പണ്ടേ നീലായിരുന്നു, ഇപ്പൊ ഞാൻ. പക്ഷെ നീലല്ല ഞാനെന്ന് അധികം വൈകാതെ അവൾക്ക് മനസ്സിലാവും. വഴക്കിനും വെല്ലുവിളിക്കൊന്നും നീ പോകണ്ട ഗിരി. ആഗ്രഹിക്കുന്ന കാര്യം നേടാൻ ഏത് മാർഗവും സ്വീകരിക്കാൻ മടിയില്ലാത്തവളാ. അതിന് സൂക്ഷിക്കണം. ഓരോ തലവേദനകളെ. നീലുമായിട്ടുള്ള പ്രശ്നം കഴിഞ്ഞപ്പോ ഒന്ന് സമാധാനിച്ചതാ, ദേ കിടക്കുന്നു പിന്നെ അതേ പ്രശ്നം. അമ്മ പേടിക്കാതമ്മേ, അവൾ ഈ വീട്ടിലെ മരുമോളായി വരാതെ ഞാൻ നോക്കിക്കോളാം. വന്നാൽ എന്താ കുഴപ്പം? ഒരു പെണ്ണിന്റെ ജീവിതം രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെന്ന് കരുതുന്നതിന് പകരം നശിക്കട്ടെന്ന് ചിന്തിക്കുകയാണോ വേണ്ടത്? ഇതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. സ്വന്തം കൂടപ്പറപ്പിന്റെ ജീവിതം നശിച്ചാലും വേണ്ടില്ല. കൂട്ടുകാരിയുടെ വാശി ജയിക്കണമെന്ന് കരുതുന്നവരോട് കൂടുതലൊന്നും പറയാനില്ല. അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഗൗരിക്കില്ലെങ്കിലും എനിക്കുണ്ട്. ഈ കുടുംബം തകർക്കണം, നമ്മളെല്ലാവരെയും പരസ്പരം ശത്രുക്കളാക്കണം. അതാണ് അവളുടെ ലക്ഷ്യം. ഞാനുള്ളപ്പോ അതിന് സമ്മതിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കുക ഗിരി, ഞാനുണ്ട് നിന്റെ കൂടെ. എനിക്ക് പേടിയൊന്നുമില്ല എടുത്തി. നീലിന്റെ കാര്യത്തിൽ തോറ്റ പോലെ എന്റെ കാര്യത്തിലും തോൽക്കാനുള്ള പരിപാടിക്കാ ഇപ്പൊ വേദ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതെ, അവൾക്ക് താനെ മനസ്സിലായിക്കോളും. ആരാ തോക്കാൻ പോകുന്നത് നമുക്ക് കാണാം. അവളുടെ ഭാഗത്തെ ന്യായമുണ്ട്. ചെറുക്കന്റെ സഹോദരിയായ എനിക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളതാ. ആ നിലയ്ക്ക് ഈ കല്യാണം നടക്കും. ഞാൻ എതിർത്താലും ആരെതിർത്താലും എനിക്ക് അതൊന്ന് കാണണമല്ലോ. ആ കാണാം. ഇവൾക്കിത് എന്താ പറ്റിയത്? ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചതുപോലെ. എല്ലാ ഭ്രാന്തും ഞാൻ അവസാനിപ്പിച്ചോളാമേ. ഈ കേസ് എനിക്ക് വിട്ടേക്ക്. പ്രശ്നം പരിഹരിക്കാൻ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും അത് വളർത്താനാണ് നോക്കുന്നത്. വേദയെ ചെന്ന് കണ്ട് അവൻ അങ്ങനെ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എന്തിനാ വെറുതെ അവളെ പ്രകോപിപ്പിക്കുന്നത്? പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ട് എന്തിനാ? മനസ്സിനാണെങ്കിൽ ഒരു സ്വസ്ഥതയില്ല. ഞാൻ ഇതൊക്കെ പിന്നെ ആരോടാ പറയുക? വേദയുടെ കല്യാണം കഴിയാതെ നഷ്ടപ്പെട്ട ആ സ്വസ്ഥത തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. നമുക്കാണെങ്കിൽ അതൊട്ട് നടത്തി കൊടുക്കാനും പറ്റുന്നില്ല. അതെ, അതാണ് പ്രശ്നം. ഒന്നുകിൽ വേദ സ്വയം പിന്മാറണം, അല്ലെങ്കിൽ കല്യാണം നടക്കണം. അതെ, ഇത് രണ്ടും നടക്കാൻ പ്രയാസമാണ്. അതാണ് എന്നെ അലട്ടുന്നത്. ഏട്ടൻ വിഷമിക്കാതിരിക്ക. ഈ പ്രശ്നമൊക്കെ ഞാൻ തീർത്തു തരാം. എങ്ങനെ? അതൊക്കെ എനിക്ക് വിട്ടേക്ക്. ഏട്ടനൊരു സങ്കടം വന്നാ അത് തീർക്കാനല്ലേ ഞാനിവിടെ ജീവനോടെ ഇരിക്കുന്നത്. സമാധാനായിട്ടിരിക്കെ. ഞാൻ അവസാനിപ്പിച്ചോളാം വേദ എന്ന് പറയുന്ന തലവേദന. എന്താ നീ ചെയ്യാൻ പോകുന്നെന്ന് പറ. തലവേദന വരുമ്പോ നമ്മൾ എന്താ സാധാരണ ചെയ്യാറ്? ബാം പുരട്ടും, അല്ലെങ്കിൽ ഗുളിക കഴിക്കും, അതും അല്ലെങ്കിൽ കിടന്നുറങ്ങും. അല്ലാതെ തലവെട്ടി കളയാറില്ലല്ലോ, ഉണ്ടോ? അതില്ല, പക്ഷേ പ്രശ്നം വഷളാക്കരുത്. ഞാൻ അങ്ങനെ ചെയ്യും തോന്നുന്നുണ്ടോ ഏട്ടാ? എനിക്ക് നിന്നെ വിശ്വാസം, മറ്റാരേക്കാളും. ആ വിശ്വാസം ഏട്ടനെ രക്ഷിക്കും. അച്ഛൻ മരിച്ചെന്ന വാർത്ത അറിയുമ്പോ ആശ്വസിപ്പിക്കാനെങ്കിലും ഒരു കോള് ഗിരി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതിന് നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. പരസ്പരം അറിയാലോ. സാരമില്ല, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചു.
ഇപ്പോ തനിച്ചായതുപോലൊരു ഫീല്. ആരുമില്ല. ഇനി ഇതിന്നൊരു മോചനം വേണമെങ്കിൽ ഞാനൊരു കല്യാണം കഴിക്കണം. അച്ഛൻ മരിച്ചൊരു കൊല്ലം തികയും മുമ്പ് അങ്ങനെ ചെയ്യാമോന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒന്നും നടന്നില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് വരും. അമ്മയും ഞാനും തനിച്ച വീട്ടില് മടുക്കില്ലേ? ഒരു മാറ്റം വേണം. അതുകൊണ്ടാ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ തെളിയുന്ന മുഖം ഗിരിയുടെയാണ്. അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. വേദയുടെ ആഗ്രഹവും അതിന് ഗിരി കൊടുത്ത മറുപടിയും. എന്നെ ഒന്ന് പരിഗണിച്ചൂടെ? വേദയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ വേദയ്ക്കുള്ള ഒരു പ്രശ്നം എനിക്കില്ലല്ലോ. മുൻപരിചയമുള്ള ആരെയും വിവാഹം കഴിക്കണ്ടെന്നാ എന്റെ തീരുമാനം. ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് മുൻപ് പറഞ്ഞ മറുപടി വീണ്ടും ആവർത്തിക്കാൻ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു പെണ്ണായിരിക്കും. അച്ഛൻ മരിച്ച് ചിതയിലെ ചൂടാറുന്നതിന് മുൻപ് ഇങ്ങനൊരു ആഗ്രഹം പറഞ്ഞു വന്നപ്പോൾ തന്നെ അതെനിക്ക് മനസ്സിലായി. കല്യാണം കഴിക്കാൻ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏട്ടത്തിയോട് പറ. ഏട്ടത്തി ആരെങ്കിലും കണ്ടുപിടിച്ച് തരും. എനിക്ക് അങ്ങനെ ആരെങ്കിലും കിട്ടിയാ പോരാ, മുൻ പരിചയമുള്ള ഒരാളെ തന്നെ വേണം. എങ്കിൽ അങ്ങനെയുള്ള ഒരാളെ കണ്ടുപിടിക്ക്. എന്നെ വിട്ടേക്ക്. എന്നെ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ഗിരിക്ക് പറ്റില്ലേ? ഇല്ല. ശരി, ഞാൻ ഇനി ബുദ്ധിമുട്ടിക്കാൻ വരില്ല. സന്തോഷം. പക്ഷേ പറഞ്ഞ വാക്ക് പാലിക്കണം. ശ്രമിക്കാം. ദേവ, കണ്ടോളൻസ് അച്ഛൻ മരിച്ചതിന്. ഗിരി, ഞാനൊരു കാര്യം പറഞ്ഞാ നീ അനുസരിക്കോ? എന്റെ നന്മയ്ക്കല്ലാതെ ഏടത്തി ഒന്നും പറയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കണ്ണും പൂട്ടി അനുസരിക്കും. വേദ നിന്നെ കെട്ടണമെന്നുള്ള വാശിയില്ല. അത് അവളുടെ വിവരക്കേട്, അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത സ്വപ്നം. അവളുടെ ആഗ്രഹം അവസാനിക്കണമെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. നീ വേറെ പെണ്ണ് കിട്ടണം. പലതരത്തിൽ ഞാൻ ചിന്തിച്ചു. അവസാനം കിട്ടിയ വഴിയായത്. നീ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചാ വേദയ്ക്ക് പിന്നെ നിന്നെ കെട്ടണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. അതോടെ വേദ എന്ന് പറയുന്ന തലവേദന എന്നേക്കുമായി നമ്മളെ വിട്ടുപോവും. ഒരു കല്യാണത്തെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഏടത്തി വന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് നീ തീരുമാനമൊന്നും എടുക്കണ്ട. നീ സ്വയം ആലോചിക്ക. നിന്റെ ജീവിതത്തിന്റെ കാര്യം എല്ലാ വശങ്ങളും ചിന്തിച്ചേ തീരുമാനം പറയാവൂ. ഒരു കുടുംബമായിട്ട് കഴിയാനുള്ള പക്വതയായെന്നുള്ള സംശയം മാത്രമേ എനിക്കുള്ളൂ. അതൊക്കെ ആയി എന്നാ എനിക്ക് സമ്മതമാ. ഏടത്തി പറഞ്ഞു ശരിയാ. ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലേ വേദ എന്ന ധൂമകേതു നമ്മുടെ വീടിനെ ഉപേക്ഷിച്ചു പോവൂ. അല്ലെങ്കിൽ നീറി നീറി നിൽക്കും. ഞാനെന്നാ ഈ വിവരം ഏട്ടനോട് പറയട്ടെ? പറഞ്ഞോ. പക്ഷേ എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. പെണ്ണിനെ കണ്ടെത്താനുള്ള ചുമതല ഏടത്തി ഏറ്റെടുക്കണം. അത് ഞാൻ ചെയ്തോളാം. എങ്ങനെയുള്ള കുട്ടിയാ നിനക്ക് ഇഷ്ടം? അധികം കാശില്ലാത്ത വീട്ടിലെ ആയിരിക്കണം. പഠിപ്പുണ്ടായിരിക്കണം. പക്ഷേ അതിന്റെ അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. ഈ വീട്ടിൽ വന്ന ഇവിടുത്തെ രീതികൾ അനുസരിച്ച് പെരുമാറാൻ പറ്റുന്നവളായിരിക്കണം. നമുക്കൊരു പെണ്ണിന്റെയും മനസ്സിൽ കയറിയിട്ട് നോക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ശ്രമിക്കാം. കണ്ടുപിടിച്ച് കഴിയുമ്പോ അറിയിച്ചാ മതി. ഇപ്പോഴേ എനിക്ക് സമാധാനമായത്. നീ സമ്മതിക്കുമെന്നായിരുന്നു എന്റെ പേടി. ഈ വീടിന് വേണ്ടിയാ ഏടത്തി ജീവിക്കുന്നത്. അതറിയാവുന്ന ഞാൻ എതിര് പറയുമെന്ന് തോന്നുന്നുണ്ടോ? ധൈര്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കോ. കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയാ.
അപ്പോ അങ്ങനെയാണ് അവരുടെ തീരുമാനം. വേറെ കെട്ടുക. നല്ല ഐഡിയ ആണല്ലോ. അപ്പൊ പിന്നെ എന്റെ ശല്യം ഒഴിവാവുമല്ലോ. എല്ലാ സ്വാതിയ പറഞ്ഞു കൊടുക്കുന്നത്. ഈ നീക്കം പൊളിച്ചില്ലെങ്കിൽ ഗിരി വേറെ കെട്ടും. നീ ഗിരിയുടെ സഹോദരിയല്ലേ? നിനക്ക് പറയാറുന്നില്ലേ അത് പാടില്ലാന്ന്? പറയാഞ്ഞിട്ടാണോ? അവര് കേക്കണ്ടേ? ഞാനിപ്പോ വേദയുടെ ആളാണല്ലോ. ഇപ്പൊ ഞാൻ എന്തു പറഞ്ഞാലും ആരും ഒന്നും അനുസരിക്കാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. എന്താ കിട്ടിയോ? ഇപ്പൊ കിട്ടിയോ? കിട്ടി. പക്ഷെ അത് ചീപ്പാണ്. എങ്കിലും അതേ ഉള്ളു വഴി. എന്താ പറഞ്ഞേ? ഞാനും കേക്കട്ടെ. ചെയ്താ നാറും. ആര്? എല്ലാരും. നീയും ഞാനും അടക്കം എല്ലാവരും. ഏയ്, എന്നാ വേണ്ട. എന്ന് പറഞ്ഞാ പറ്റുമോ? ആ കല്യാണം നടക്കാതിരിക്കണ്ടേ? ആദ്യം ചിന്തിച്ചത് എന്താണെന്ന് പറയും. അത് പറയാം. അതിനു മുമ്പ് എനിക്ക് നിന്റെ ഭാഗത്ത് നിന്ന് 2 ഉറപ്പുകൾ വേണം. 1, നീ എന്റെ കൂടെ നിൽക്കുമെന്നുള്ള ഉറപ്പ്. 2, ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞാലും നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്നുള്ള ഉറപ്പ്. ആദ്യത്തത് ഓക്കെ. രണ്ടാമത്തത്, അത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. നിനക്കെന്നെ വിശ്വാസമില്ലേ? അതൊക്കെ ഉണ്ട്. ഞാൻ ഉടനെ എന്തെങ്കിലും ചെയ്ത് ഗിരിയുടെ കല്യാണാലോചന പൊളിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ട്. എന്നാ നീ എന്റെ കൂടെ നിന്നേ പറ്റൂ. കളി ഞാൻ അങ്ങോട്ട് മാറ്റുകയാണ്, നിന്റെ വീട്ടിലേക്ക്. ബാക്കിയെല്ലാം കണ്ടറിഞ്ഞോ? മേഡം, ഷെഡ് കെട്ടിയതിന്റെ കാശ് ആരും അറിഞ്ഞില്ലാന്ന് തോന്നുന്നു. ഇനി അറിഞ്ഞോളൂ. ഓ ശരി മേഡം. അവരുപദ്രവിക്കുവോ? ചിലപ്പോ അങ്ങനെ ചെയ്തൊന്നും വരും. എല്ലാം പറഞ്ഞുറപ്പിച്ച് ചോദിച്ച കാശ് എണ്ണി തന്നിട്ടല്ലേ ഓരോരുത്തരും ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇതെന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. എന്നുവെച്ചാ സ്ത്രീയായി പിറന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാഭിമാനത്തിന്റെ പ്രശ്നം. നീൽ മഹേഷ് മാത്രമല്ല, നമ്മുടെ ഈ സമൂഹത്തില് പല നീൽ മഹേഷ്മാരും മാന്യരായി കഴിയുന്നുണ്ട്. അവരുടെയൊക്കെ മുഖം മൂടി പിച്ചി ചീന്തി താനീ നിറം പുറത്തു കൊണ്ടുവരികയാണ് എന്റെ ലക്ഷ്യം. വേദയുടെ സത്യാഗ്രഹ സമരം വിജയിക്കട്ടെ. നീൽ മഹേഷേ ചങ്ങാതി, നീൽ മഹേഷേ ചങ്ങാതി, വേദയെ മറന്ന കാട്ടാള, വേദയെ മറന്ന കാട്ടാള, സമരം കണ്ടു പഠിച്ചില്ലെങ്കിൽ, സമരം കണ്ടു പഠിച്ചില്ലെങ്കിൽ നാറ്റിക്കും 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 നാറ്റിക്കും, സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും മരണം വരെയും സമരം ചെയ്യും, സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും മരണം വരെയും സമരം ചെയ്യും. നീൽ മഹേഷേ ചങ്ങാതി, നീൽ മഹേഷേ ചങ്ങാതി, വേദയെ മറന്ന കാട്ടാള, വേദയെ മറന്ന കാട്ടാള, സമരം കണ്ടു പഠിച്ചില്ലെങ്കിൽ, സമരം കണ്ടു പഠിച്ചില്ലെങ്കിൽ നാറ്റിക്കും 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 നാറ്റിക്കും, സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും മരണം വരെയും സമരം ചെയ്യും, സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും. നമുക്ക് പോലീസിനെ വിളിച്ചാലോ? വേണ്ടടാ. പോലീസിനെ വിളിച്ച പ്രശ്നം വീണ്ടും വഷളാവും.
സമരം കണ്ടുപിടിച്ചില്ലേ സമരം കണ്ടുപിടിച്ചില്ലേ ഇപ്പൊ അറിയാത്തവരും കൂടെ വിവരം ഈ വീടിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനൊരു തോന്നിവാസം കാണിക്കാൻ അവളെ അനുവദിക്കണമെന്നാണോ വല്യച്ഛൻ പറയുന്നത്? വേദ കാണിക്കുന്നതിൽ എന്താ തെറ്റ്? നുണയെന്നോള് പറയുന്നില്ലല്ലോ. ദേ, അവൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടല്ലോ, കൊല്ലും ഞാൻ നിന്നെ. എന്റെ നേരെ ചാടിക്കടിച്ചിട്ടേ ഒരു പ്രയോജനമില്ല. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്തെ ചെയ്യേണ്ട പോലെ ചെയ്യാത്തന്റെ ഇപ്പൊ ഈ അനുഭവിക്കുന്നേ. വേദ സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ. 4 പേര് അറിയുന്നതിന് മുമ്പ് അതെങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാൻ നോക്ക്. എങ്ങനെ ഒത്തുതീർപ്പാക്കുന്ന നീ പറയുന്നേ? അവളുടെ ആവശ്യം എന്താന്ന് വെച്ചാൽ അതങ്ങ് അംഗീകരിച്ചു കൊടുത്തേക്കണം. എന്ന് വെച്ചാ ഞാൻ അവളെ കെട്ടണമെന്ന്? കെട്ടണമെങ്കിൽ കെട്ടണം. കുടുംബത്തിന്റെ മാനം രക്ഷിക്കാനേ നിനക്കും ഇല്ലേ ബാധ്യത? മതി പറഞ്ഞത്. ഗിരി അവളെ കെട്ടിയിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുന്ന ആരും കരുതണ്ട. അത് നടക്കില്ല. എന്നാ അനുഭവിച്ചു എല്ലാരും കൂടി. നീ എന്തൊന്നും മിണ്ടാതിരിക്കുന്നേ? ഞാൻ എന്ത് പറയാനാ അമ്മേ? ഇതിനെല്ലാം കാരണം ഞാനാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. വേദയെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് തെറ്റുപറ്റി. മറ്റൊന്നുമില്ലെങ്കിലും സംസ്കാരമെങ്കിലും അവൾക്കുണ്ടാവുന്ന ഞാൻ കരുതിയത്. അതും തെറ്റി. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെന്ന് പറയാം അവളുടെ അടുത്ത്. അത് വേണോ അമ്മേ? വേണം മോളെ, അല്ലെങ്കിൽ ഈ വീടിന് മാനക്കേടാവും. എന്നാ ഞാനും വരാം. വേണ്ട, ഞാൻ തനിച്ചു പോവാം. പാവം അമ്മ. എന്ത് പാവം? നിങ്ങൾ ആരും എന്ത് വേദിയെ കുറിച്ച് ചിന്തിക്കാത്തെ? ഇനി നീ ഈ പേര് ഉച്ചരിച്ച എന്റെ നേരെ തട്ടിക്കേറിട്ട് ഒരു കാര്യമില്ല. ദേരിപ്പണ്ടല്ലോ മരം പോലെ നിന്റെ ഭർത്താവ്. ഇവനാ എല്ലാം വരുത്തി വെച്ചത്. ദേഷ്യമെല്ലാം തീർക്കാനുണ്ടെങ്കിലേ സ്വന്തം ഭർത്താവിനോട് അങ്ങ് തീർക്ക്. ഞാൻ എന്ത് ചെയ്തു നീ പറയുന്നത്? ഹാ, ഇതാ നിന്റെ കുഴപ്പം. ചെയ്തതൊക്കെ അങ്ങ് മറന്നുപോയി. ശരി, നീ ഇവളെ കെട്ടി. നിന്നെ ഒഴിവാക്കാൻ അവള് പറഞ്ഞല്ലോ. അതിനു പകരം ഗിരിയെ കൊടുക്കാൻ പറഞ്ഞു. അതും ചെയ്യില്ലെന്ന് പറഞ്ഞ അവളെന്ത് ചെയ്യും? സ്വാതി പറഞ്ഞതിന്റെ ഒരു വശം ആലോചിക്കുമ്പോ ശരിയാ. ഒരർത്ഥത്തില് വല്യമ്മ പാവാ. കണ്ട് ഇപ്പൊ കാലൊടിക്കാൻ പോയിരിക്കുന്നത്. എന്താവോ എന്തോ. ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു മോളെ. ഇങ്ങനെ ശിക്ഷിക്കാൻ നിന്നോട് ഞങ്ങൾ എന്ത് ദ്രോഹം ചെയ്തത്? ഒന്നും അറിയില്ല അല്ലേ? ഒന്നും അറിയില്ല എന്ന് നടിക്കുന്ന നിങ്ങളുടെ ഈ കാപട്യം ഉണ്ടല്ലോ, നിങ്ങളുടെയും മകന്റെയും കാപട്യം, അതിന് നേർക്കാ എന്റെ ഈ സമരം. സമരം മൂക്കുമ്പോ എല്ലാവർക്കും എല്ലാം ഓർമ്മ വരും. ഞങ്ങൾ എന്താ വേണ്ടത് അത് പറയൂ. എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരണം. അത് എങ്ങനെ നടക്കുന്ന നീ പറയുന്നേ? ഗിരിയെ കൊണ്ട് എന്നെ കെട്ടാവുന്ന സമ്മതിപ്പിക്കണം. എന്നിട്ട് ആ വിവരം ഗിരി വന്ന് ഈ പന്തലിൽ വെച്ച് പറയണം. എന്നാലേ ഞങ്ങൾ പിരിഞ്ഞു പോവും. ഇത് ക്രൂരതയാണ്. നീയും നീയും തമ്മിലുള്ള പ്രശ്നത്തിന് പാവം ഗിരി എന്തിനാ വലിച്ചഴിക്കുന്നത്? എനിക്കൊരു ജീവിതം വേണ്ടേ? കണ്ടതല്ലേ എന്റെ കല്യാണം മുടങ്ങിയത്. എന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്ക്. അപ്പം മനസ്സിലാവും ഞാൻ പറഞ്ഞതാ ശരിയെന്ന്. ഇല്ല, നിന്റെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല. ദയവ് ചെയ്ത് നീ ഈ പ്രഹസനം ഒന്ന് അവസാനിപ്പിക്കേ. പുറത്താരെങ്കിലും അറിഞ്ഞ? അറിയട്ടെ. ദയവ് ചെയ്ത് നീ ഈ പ്രഹസനം ഒന്ന് അവസാനിപ്പിക്കേ. പുറത്താരെങ്കിലും അറിഞ്ഞ? അറിയട്ടെ. നീലിന്റെ മഹത്വം എല്ലാരും അറിയട്ടെ. താഴ്ന്ന് താഴ്ന്ന് ഭൂമിയോളം താഴ്ന്നു. പിന്നെയും താഴണമെന്ന് പറഞ്ഞാ കുറച്ച് ബുദ്ധിമുട്ടാ. നിങ്ങളുടെ മകനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. നഷ്ടപ്പെട്ടത് എനിക്കല്ലേ. എന്നെ ഓർത്ത് എന്റെ വീട്ടുകാര് എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്നറിയോ? അതിന്റെ 10-1 പോലും വരില്ല നിങ്ങളുടെ മകന്റെ സങ്കടം. എന്റെ ഭാഗത്തുനിന്ന് ഒരു ദയം പ്രതീക്ഷിക്കണ്ട. എല്ലാം ആലോചിച്ചുറച്ചിട്ടാ ഞാൻ ഇറങ്ങി തിരിച്ചത്. 2-1 അറിഞ്ഞിട്ടേ ഞാൻ പോകൂ. സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും. മരണം വരെയും സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും. സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും. മരണം വരെയും സമരം ചെയ്യും. ബുദ്ധിയുള്ള സ്ത്രീയാണെങ്കിൽ ഇവിടെ വന്ന് നിന്നിട്ട് എന്റെ കാല് പിടിക്കല്ല വേണ്ടത്. ചെന്ന്
എന്റെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയാ ചെയ്യേണ്ടത്. നിങ്ങൾ പറഞ്ഞ ഗിരി അനുസരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പോയി പറയേ ഗിരിയുടെ അടുത്ത്, എന്നിട്ട് സമ്മതം വാങ്ങ. അല്ലെങ്കിൽ നാറ്റിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ നാറ്റിക്കും. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി. നിങ്ങളുടെ മകനെ പ്രേമിച്ചപ്പോഴേ എനിക്ക് തെറ്റി. ഇനി കൊള്ളാവുന്നൊരു ജീവിതമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ശപിച്ചാലൊന്നും ഞാൻ പേടിക്കില്ല. അത് പയ്യന്റെ അമ്മയല്ലേ? അതെ. പാവ സ്ത്രീ. കൊള്ളാലോ, എന്റെ കാശം മേടിച്ച് അവരുടെ കൂടെ നിൽക്കുന്നോ? ഉറക്ക വിളിതല്ലേ മുദ്രാവാക്യം. എല്ലാരും കേൾക്കട്ടെ. സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും. നീൽ മഹേഷേ ചങ്ങാതി, നീൽ മഹേഷേ ചങ്ങാതി, വേദയെ മറന്ന കാട്ടാള, വേദയെ മറന്ന കാട്ടാള. സമരം കണ്ടു പഠിച്ചില്ലെങ്കിൽ, സമരം കണ്ടു പഠിച്ചില്ലെങ്കിൽ നാറ്റിക്കും, 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 നാറ്റിക്കും.